അയ്യനെ, ചെണ്ടിയാണേലും മനസ്സ് തോന്നി തരുന്നത് പുറം കൈ കൊണ്ടങ്ങനെ തള്ളിക്കളയരുത്. ശരി, എന്നാ ഞാനൊന്ന് കഴിച്ചോളാം. അമ്മാവന്റെ കൈ കൊണ്ട് തന്നെ തരണം. കഴിക്കും. അല്ല, ഇതെന്താ അമ്മാവ? അമ്മാവനും കഴിക്കണം. കഴിക്കും. അതെ, ഞാൻ തന്നെ. നാം എവിടെയാണ്? ഇവിടെ. വയനാടും വെളുത്ത? അതെ, വെളുത്ത. സംശയം വേണ്ട, പാലിൽ മയക്കുമരുന്ന് ഇട്ടിട്ടില്ല തമ്പുരാനെ. പാല് കുടിക്കും തമ്പുരാനെ. ഉപദ്രവം ചെയ്യാൻ വേണ്ടി നാം മയക്കുമരുന്ന് തന്നതല്ല. മയക്കി എടുത്തുകൊണ്ടുപോയി എല്ലാം ചോദിച്ചറിയണമെന്ന മോഹമേ നമുക്കുണ്ടായിരുന്നു. അവിടേക്ക് അറിയേണ്ടതുണ്ടെന്ന് കൽപ്പിച്ചരുളിയാൽ കേൾക്കാം. നാട്ടിൽ നന്മ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരാണ് നിങ്ങളെന്ന് നാം അറിയുന്നു. എങ്കിലും നേരിൽ സ്വകാര്യമായി നമുക്കൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. പനിച്ചേരിക്കുറിപ്പിന്റെ അടവിനും അക്രമത്തിനും തമ്പുരാൻ കൂട്ടുനിൽക്കുവാണോ എന്ന് ഞങ്ങൾക്കറിയേണ്ടിയിരിക്കണം. കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുകയാണോ അവിടുന്ന്? അവിടുന്ന് വിഡ്ഢിയാണെന്ന് വരുത്തി തീർക്കുകയാണോ? കണ്ണുണ്ടായ പോരാ, കാഴ്ചയും വേണം, കഴിവും വേണം. കാട്ടിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാണെങ്കിലും കാളിയമ്മ കനിഞ്ഞേകിയ കുരുന്നാണ് എന്റെ മകൻ അമ്പാടി. പെറ്റ വയറല്ലെങ്കിലും പോറ്റിയ കൈകളാണ്. അവന് മയക്കുമരുന്ന് കൊടുത്ത് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച നിങ്ങൾക്ക് എനിക്ക് വാക്കു തരും. തമ്പുരാൻ ഇന്ന് ഈ കൈകൾ കുടുതരുതെന്ന് തടയേണ്ടത് കൊലക്കാരാണ്. എന്താണാവോ ഈ ആലോചന? പറയാം, കേൾക്കില്ല. നാം മുമ്പ് കൊടുത്ത ഒരു വാക്കിന്റെ പേരിൽ നമ്മുടെ കരങ്ങൾ കെട്ടിപ്പോയി. പനച്ചേരിക്കുറിപ്പിന്റെ കൊള്ളരുതായ്മകളും കൂട്ടുകെട്ടും നാം അറിയാഞ്ഞത്. പക്ഷേ നമ്മുടെ കളരിക്കുരുക്കൾ കുഞ്ഞനക്കന്റെ മകനാണ് പനച്ചേരി. ഗുരുക്കൾ മരിക്കാൻ നേരം നമ്മുടെ രണ്ട് കൈയും ചേർത്ത് പിടിച്ച് ചൊല്ലി, ഞാൻ എന്റെ മകനെ ഈ കയ്യിൽ ഏൽപ്പിക്കുന്നു, അവൻ എന്നും ഇവിടെ തന്നെ നിന്നോട്ടെ, അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഒരു അനുജനോടെന്ന പോലെ അവന് മാപ്പ് നൽകണം, എനിക്ക് എന്റെ ശിഷ്യൻ തരാവുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ ഇതാണ് എന്ന്. തമ്പുരാൻ സമ്മതിച്ചു അല്ലേ? നാം എന്താ ചെയ്യുന്നത്? പത്തിരേ, തമ്പുരാന് വഴിതെളിക്കിൻ.
എന്തും നേരിടാൻ തയ്യാറെടുത്തിറങ്ങിയിട്ടുള്ളവരാണ് നമ്മൾ. അമ്പാടിയെ കാണാത്തതിലുള്ള ദണ്ണം എന്റെ ഉള്ളിൽ നീറ്റുന്നു. തിരക്കിപ്പോയത് എത്തത്ത നീ കരയാണ്ടിരി. ഈ വളകൾ വിട്ട് പെണ്ണെ പോലെ പറിക്കാത്തിരുന്നോളി. ആ പണമാണെങ്കിൽ തരണ്ട. എന്റെ മോനെ ഞാൻ തേടി പിടിക്കാം, കൂട്ടിക്കൊണ്ടുവരാം. നിന്നെയൊക്കെ ഞാൻ എന്തിനു പഠിക്കണം? നിനക്കൊക്കെ ജന്മം വന്ന എന്നെയല്ലേ പഠിക്കേണ്ടത്? തൊഴിലന്മാര് പ്രായമെത്താത്ത പയ്യന് ഇടവും വരവും രണ്ട് പൊന്നന്മാരെ നിർത്തി അമ്പാടിയുടെ വലം കൈയും വിടം കൈയുമാണ് നിങ്ങൾ. ഇനി ഞാൻ ഉറച്ചു പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു കഴിവ് ഉണ്ടാവുമെന്ന് ഞാൻ നിലച്ചത്. അമ്പാടിയെ കൂടാതെ നിങ്ങൾ എന്ത് വന്നത്? ഇടത്തിന്റെ വലിയ നോക്കി നിൽക്കാണ്ടത് ഒന്നിച്ചു പറഞ്ഞ് വീടായിരുന്നില്ലേ വീടായിരുന്നില്ലേ? എന്താണെന്നും മിണ്ടാത്തത്? കുറ്റപ്പെടുത്തുന്നതിന് ഒരു കണിശം ൂറും കഴിവില്ലാത്ത മക്കളെ എനിക്ക് വേണ്ട, ചോദിക്ക് വേണ്ട. അവരറിഞ്ഞോ അമ്പാടിയാകപ്പെട്ടു പോകുന്നു? മലയാളത്തിന്റെ മണ്ണിൽ കേൾവി കേട്ട തറവാട്ടിൽ കളങ്കമറിയാതെ വളർന്ന കൊച്ചുതമ്പുരാട്ടി ഒന്ന് ചിന്തിക്കാതെ കണ്ണടച്ചിങ്ങനൊരു കാര്യത്തിൽ ചാടി പുറപ്പെട്ടത് കുറെ കടുപ്പമായി. തടവിൽ അടയ്ക്കപ്പെട്ട ഒരു പുള്ളിയെ തുറന്നു വിട്ടത് തെറ്റായിപ്പോയി. ഞാനൊന്ന് പറയണം, ഞാൻ നല്ലതിനെ കൂട്ടു നിൽക്കും. ഈ തറവാട്ടിൽ
ഒരു തരിക്കരി വീണാൽ ഞാനത് സഹിച്ചെന്ന് വരില്ല. പറയും ലക്ഷ്മി അമ്മേ, പറയും. ഞാനത് കേൾക്കേണ്ടവളാണ്. ഞാൻ അവനെ കണ്ടുപിടിക്കും. അവൻ ആരായിക്കൊള്ളട്ടെ, എല്ലാം ഞാൻ അന്വേഷിച്ചറിയും. തമ്പുരാട്ടിക്ക് അവന്റെ പേര് പോലും അറിഞ്ഞുകൂടെ? ഞാൻ പറയില്ല. വെറുതെയെങ്കിലും ഞാനൊന്ന് പറഞ്ഞോട്ടെ. പേര് അമ്പാടി എന്നാണ്. ലക്ഷ്മിക്ക് അറിവില്ല അല്ലേ ആ തടവുകാരൻ ആരാണെന്ന്? ഞാൻ അറിയില്ല. എനിക്ക് സമയം തരി, ഞാനത് അന്വേഷിച്ചറിഞ്ഞോളാം. എനിക്കതറിയണം. അപ്പോ നാം എന്താണ് ചോദിച്ചു വന്നത് മറന്നുപോയല്ലോ. ഞാൻ പറഞ്ഞു തരാവേ. പനച്ചേരി ഏമാൻ പറഞ്ഞത് കള്ളമല്ലേ എന്ന് ലക്ഷ്മിയോട് ചോദിക്കുകയായിരുന്നു തമ്പ്രാൻ. അല്ല, അങ്ങനെ ആയിരിക്കാനാണ് വഴി. അപ്പോ ആ തടവുകാരനെ തുറന്നു വിട്ടത് ആരാണെന്ന് ലക്ഷ്മിക്ക് അറിയില്ല അല്ലേ? ഞാനല്ല. പിന്നെ ലക്ഷ്മിക്ക് പോകാം. അവിടുന്ന് കുറ്റം ചെയ്തവരെ ഇങ്ങനെ വെറുതെ വിടരുത്. പലച്ചേരിക്കും പോകാം. തമ്പുരാനെ, മുട്ടോത്തിനും പോകാം. പോകാം. വൈദ്യനും പോകാം. പോകാം. എനിക്കും പോകാം. വീട്ടിലാരുമില്ലേ? വൈദ്യരെ, വൈദ്യരെ, എന്നെ ആരും കാണാതെ പോകട്ടെ. എന്ത് വേണം? ഒരു കൊള്ളക്കാരൻ ഇങ്ങോട്ട് വന്നു. കൊള്ളക്കാരനോ? ഇവിടെ ആരും വന്നിട്ടില്ല. ആഹാ, ഒളിച്ചിരുന്ന് കളിപ്പിക്കാവുന്ന പുറത്തേക്ക് വരണം. എനിക്ക് ഒത്തിരി ജോലിയുണ്ട് കേട്ടോ. ഞാൻ പോവാ. മാളു, എന്നെ രക്ഷിക്കണം.
മാളു, എനിക്കൊരു അബദ്ധം പറ്റി. ആ കാവൽക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാന് അന്ന് ഈ ദിവസം എടുത്ത് തിന്നു. ഞാൻ കഴുതയായിപ്പോയി.